ഈ കഴിഞ്ഞ ദിവസം കാലയവനികയ്ക്ക് പിന്നിൽ മറഞ്ഞ തമിഴ് സിനിമാ നടൻ വിജയകാന്തിനെ കുറിച്ചാണ് തികച്ചും വ്യക്തിപരമായ ഈ അനുസ്മരണം. വിജയകാന്തിനെ എനിക്ക് നേരിട്ട് പരിചയമില്ല. നിങ്ങളെപ്പോലെ തന്നെ ഞാനും അദ്ദേഹത്തെ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അദ്ദേഹം അങ്ങനെ കേരളത്തിൽ വളരെ ജനപ്രീതിയുള്ളൊരു നടനായിരുന്നില്ല. പക്ഷേ എനിക്ക് അദ്ദേഹത്തോട് വലിയ സ്നേഹമായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും കാണാൻ ഞാൻ പ്രത്യേകിച്ചും താല്പര്യം കാണിച്ചു. ഞാൻ കുട്ടിക്കാലം മുതൽക്ക് തമിഴ് സിനിമകളോട് ഒരു വലിയ താല്പര്യമുള്ള ആളാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ശിവാജി ഗണേശനായിരുന്നു. ശിവാജിയുടെ എല്ലാ സിനിമകളും കുട്ടിക്കാലം മുതൽക്ക് വിടാതെ കാണാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ള ആളാണ്. മുതിർന്നതിന് ശേഷവും ശിവാജിയോടുള്ള സ്നേഹം, ആദരവ്, ആരാധന ഇതിനൊന്നും യാതൊരു കുറവും സംഭവിച്ചില്ല. ശിവാജി ഗണേശൻ അഭിനയിച്ച തങ്കപ്പതക്കം എന്ന സിനിമ ഞാൻ 6 തവണ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ. ശിവാജിക്ക് ശേഷം പിന്നെ ഞാൻ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത, ആരാധിച്ച ഒരു നടൻ ആരാണെന്ന് ചോദിച്ചാൽ അത് വിജയകാന്തായിരുന്നു. വിജയകാന്ത് തമിഴ് സിനിമയിൽ ആദ്യം വില്ലനായിട്ടാണ് രംഗപ്രവേശം ചെയ്തത് എന്നൊക്കെ ഇന്ന് മനോരമ വായിച്ചിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. എനിക്ക് സത്യത്തിൽ അറിയില്ല. അദ്ദേഹത്തിൻ്റേതായിട്ട് നമ്മുടെ നാട്ടിൽ ആദ്യം പ്രസിദ്ധമായ സിനിമ എന്ന് പറയുന്നത് സട്ടം ഒരു ഇരുട്ടറൈ ആയിരുന്നു. നിർഭാഗ്യവശാൽ ഞാൻ ആ സിനിമ കണ്ടില്ല. അതിന് ഇത്ര വലിയ കേമപ്പെട്ട സംഭവമാണെന്നോ ഇതിൽ അഭിനയിച്ച നടൻ വിജയകാന്ത് ഭാവിയിൽ എൻ്റെ ആരാധനാപാത്രമായി തീരുമെന്നോ വിചാരിക്കാൻ അന്ന് സാധിച്ചില്ല. അതുകൊണ്ട് കാണാതെ പോയത്. അത് മലയാളക്കരയിലുമൊക്കെ ഓടിയ സിനിമയാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ വൈദേഹി കാത്തിരുന്നാൾ എന്ന സിനിമയാണ് ഞാൻ ആദ്യം കണ്ടത്. വൈദേഹി കാത്തിരുന്നാൾ എന്ന സിനിമയിൽ രേവതിയാണ് നായികയായിട്ട് അഭിനയിച്ചത്. അപ്പോൾ രേവതിയെ കാണാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഞാൻ ആ സിനിമയ്ക്ക് പോയത്. പക്ഷേ എന്നാലും ഇദ്ദേഹത്തിൻ്റെ അഭിനയം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്ന് മാത്രമല്ല, കറുത്ത് കരിവീട്ടി പോലെ ഉള്ള നിറവും പിന്നെ 4 മൂന്ന് വീതിയുമുള്ള ഒരു നടൻ. ഇങ്ങനൊരു നടൻ അന്നത്തെ കാലത്ത് മലയാളത്തിലുണ്ടാവുക അസാധ്യമായിരുന്നു. കാരണം മലയാള സിനിമയിൽ നമ്മൾ കണ്ടുള്ള നടന്മാരൊക്കെ വളരെ സുന്ദരന്മാരാണ്. പ്രേമനസീറിനെ പോലുള്ളവരാണ്, അല്ലെങ്കിൽ മാധു, KP ഉമ്മർ, ബാലങ്കേ നായർ, അങ്ങനെ സുന്ദരന്മാരും സുന്ദരികളുമായിരുന്നു. തമിഴിൽ ഇതുപോലൊരു നടൻ കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ വലിയ കൗതുകം തോന്നി. അദ്ദേഹത്തിൻ്റെ അഭിനയവും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പ്രത്യേക രീതിയിലുള്ള അഭിനയമാണ്. അന്ന് തമിഴിൽ വേറെ ഗംഭീരന്മാരായ നടന്മാരുണ്ട്. MGR ഇല്ലായിരുന്നു. അവസാന കാലമാണ് പുള്ളി അന്ന് മുഖ്യമന്ത്രിയും മറ്റുമൊക്കെയാണ്. ശിവാജി ഗണേശൻ അപ്പോഴും അഭിനയിക്കുന്നുണ്ട്. കമലഹാസനുണ്ട്, രജനീകാന്ത് കാത്തി നിൽക്കുന്നു. അതുകൂടാതെ ഭാഗ്യരാജൻ, രാമരാജൻ എന്നൊക്കെ പറഞ്ഞ, പിന്നെ T. രാജേന്ദ്രൻ, ഇതുപോലുള്ള കുറേ നടന്മാരുണ്ട്. പക്ഷേ ആ ഇടയ്ക്ക് അവരുടെ കൂട്ടത്തിൽ ഇതുപോലെ ഒരു നടനെ കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. അപ്പോൾ പുള്ളിയുടെ അടുത്ത പടം ഞാൻ കാണുന്നു. പിന്നെ പുള്ളിയുടെ എല്ലാ പടവും കാണുന്ന ഒരു രീതി എനിക്കുണ്ടായി. അത് മിക്കതും വളരെ പ്രസിദ്ധമായ സിനിമകളാണ്, കളക്ഷൻ ഹിറ്റുകളാണ്. ഇപ്പോൾ സേതുപതി IPS, അല്ലെങ്കിൽ ക്യാപ്റ്റൻ പ്രഭാകർ, പുലൻ വിചാരം, അല്ലെങ്കിൽ ചിറയിൽ പൂത്ത ചിന്നമല, എന്നെ ആശയം മച്ചാൻ. ഞാൻ ആശയം മച്ചാനാണ് അദ്ദേഹത്തിൻ്റെ അവസാനമായിട്ട് കണ്ട സിനിമ എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ആ സമയമൊക്കെ എപ്പോഴേക്കും സിനിമ കാണൽ തന്നെ വല്ലാതെ കുറഞ്ഞു. പിന്നെ അത് തീരെ ഇല്ലണ്ടായി. അതുപോലെ ചിന്ന കൗണ്ടർ എന്നുള്ള സിനിമയിലെ പാട്ടുകളൊക്കെ ഇപ്പോൾ വീണ്ടും കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ മരണശേഷം. അതിൽ സുകന്യ എന്ന നടിയാണ് നായികയായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ഈ സുകന്യ പിന്നീട് തമിഴകത്ത് വലിയ ഒരു വിവാദ നായികയായിട്ട് വളരുകയും പേരെടുക്കുകയും ചെയ്തു. അത് വേറെ കഥയാണ്. അപ്പോൾ സുകന്യയും ആയിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ഈ പ്രേമരംഗങ്ങളിലൊക്കെ തന്നെ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് വെച്ചാൽ ചിന്ന കൗണ്ടർ ആയിട്ട് അഭിനയിക്കുന്ന ഈ വിജയകാന്തിൻ്റെ തോളിൽ ഒരു അംഗവസ്ത്രം അഥവാ ഷാള് കിടപ്പുണ്ട്. ആ ഷാൾ ഇതിലൊരു പ്രധാനപ്പെട്ട കഥാപാത്രം വരും. ഇദ്ദേഹം ഒരു നാടുവാഴിയോ അല്ലെങ്കിൽ ഗ്രാമത്തലവനായിട്ടാണ് അഭിനയിക്കുന്നത്. ഇദ്ദേഹം പ്രേമരംഗത്തിൽ അഭിനയിക്കുമ്പോൾ പോലും ഈ ഷാള് തോളിൽ നിന്നും മാറ്റുകയില്ല. അദ്ദേഹം സ്റ്റണ്ട് രംഗത്തിൽ ഇപ്പോൾ ഇദ്ദേഹത്തെ ആരെങ്കിലും വഴിയിൽ വെച്ച് കാണുന്നു, വെല്ലുവിളിക്കുന്നു, വഴക്കുണ്ടാവും എന്ന ഘട്ടം വരുമ്പോൾ ഇദ്ദേഹത്തിന് കൂടെ നിൽക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ ഈ അംഗവസ്ത്രം മടക്കി ഈ കൂടെ നിൽക്കുന്ന ആളെ ഏൽപ്പിക്കും. അതിനുശേഷമുള്ള ഇടി തുടങ്ങും. ഇടി എന്ന് വെച്ചാൽ ഭീകരമായ ഇടിയാണ്. അങ്ങനെ അത് ഇടി കഴിയുമ്പോൾ അദ്ദേഹം എന്ന് വെച്ചാൽ ആ ഷാൾ വീണ്ടും തോളിലിട്ട് നെഞ്ചു പിരിച്ച് നടന്നു. അത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ആ അംഗവസ്ത്രമാണ് അതിൽ വിജയകാന്തിനേക്കാൾ പ്രധാനമായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് സിനിമകൾ അഭിനയിച്ച് നമ്മളെയൊക്കെ സന്തോഷിപ്പിച്ച അദ്ദേഹം അന്ന് DMKയുടെ ഒരു പ്രധാനപ്പെട്ട വക്താവാണ്. അന്ന് MGRന് ശേഷം ജയലളിതയുടെ കാലത്താണ്. ജയലളിത അങ്ങനെ തമിഴകം അടക്കി ഭരിക്കുന്ന സമയത്ത് DMK പ്രതിപക്ഷത്താണ്. അപ്പോൾ ജയലളിതയെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള സിനിമകൾ, രാഷ്ട്രീയ പശ്ചാത്തലമുള്ള സിനിമകൾ നമുക്ക് ഒറ്റ കേൾവിയിൽ തന്നെ മനസ്സിലാവും ഇത് ജയലളിതയെ ആക്ഷേപിക്കാനാണ്. അങ്ങനെയുള്ള തിരക്കഥകൾ, കഥയും വചനവും ഒക്കെ എഴുതിയിരുന്നത് സാക്ഷാൽ മുത്തുവേൽ കരുണാനിധിയായിരുന്നു. കരുണാനിധിയുടെ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന 2 താരങ്ങളുണ്ടായിരുന്നു. ഒന്ന് വിജയകാന്തും, മറ്റത് റെയിൽ രാധിക എന്നറിയപ്പെട്ടിരുന്ന പഴയ MR രാധയുടെ മകൾ രാധികയുമായിരുന്നു പ്രതാപ് പോത്തൻ അവരുടെ പിന്നീട് കല്യാണം കഴിച്ചത്.
ഇവർ രണ്ടുപേരുമാണ് അന്നത്തെ രണ്ട് പുരട്ചി കലൈച്ചർ. ഇവർ രണ്ടുപേരും ഈ വിപ്ലവ കലാകാരന്മാരെന്ന് അറിയപ്പെട്ടു. പിന്നീട് ഇദ്ദേഹത്തെ കറുപ്പ് MGR എന്നൊക്കെ വിളിച്ചു. കാരണം ഈ കരിവീട്ടി കടഞ്ഞ കളറാണ് പുള്ളിക്ക്. അങ്ങനെ DMKയുടെ ഒരു സാംസ്കാരിക വിഭാഗത്തിൽ പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം ആദ്യം വൈകോ കരുണാനിധിയോട് പിണങ്ങി പിരിക്കുകയും. കാരണം കരുണാനിധി പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതലായിട്ട് സ്വന്തം കുടുംബത്തെ ശക്തിപ്പെടുത്തുന്ന പരിപാടിയാണ്. സ്റ്റാലിനെ വളർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് മനസ്സിലായപ്പോഴാണ് പണ്ട് K. മുരളീധരനെ കൊണ്ടുവന്നപ്പോൾ G. കാർത്തികേയനും മറ്റുമൊക്കെ പിണങ്ങി പോയ പോലെ ആദ്യം വൈകോ പോയി. വയ്യാവൂരി ഗോപാലസ്വാമി എന്നാണ് അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര്. വൈകോ പോയിട്ട് MDMK എന്നൊരു പാർട്ടി ഉണ്ടാക്കി. അപ്പോഴും വിജയകാന്ത് കരുണാനിധിയുടെ കൂടെ തന്നെ നിന്നു. പിന്നെ വിജയകാന്തിന് മനസ്സിലായി പുള്ളി നമ്മളെ ഏമാത്തുകയാണെന്നുള്ളത്. അങ്ങനെ വിജയകാന്ത് DMDK എന്നൊരു പാർട്ടി ഉണ്ടാക്കി. ദേശീയ മുർപോക്ക് ദ്രാവിഡ കഴകം എന്നാണ് അതിൻ്റെ മുഴുവൻ പേര്. പിന്നീട് അദ്ദേഹം ഈ രാഷ്ട്രീയത്തിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കും. സിനിമാഭിനയത്തിൽ നിന്ന് പതുക്കെ പിന്മാറിച്ചു. അദ്ദേഹം 2 തവണ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 3ാമത്തെ തവണ അദ്ദേഹത്തിൻ്റെ പാർട്ടി അണ്ണാ DMKയുമായിട്ട് സഖ്യം ചെയ്ത് തമിഴ്നാട്ടിൽ ഭേദപ്പെട്ട വിജയം കൈവരിക്കുകയും ഇദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ട് മാറിച്ചു. അങ്ങനെ ഒരു ടേമിൽ ഇദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കാനും കഴിഞ്ഞു. പിന്നീട് അദ്ദേഹം രാഷ്ട്രീയത്തിലൊക്കെ മിക്കവാറും അപ്രസക്തനായി. ആ പാർട്ടിയൊക്കെ ഏതാണ്ട് ഇല്ലാതായ ഒരവസ്ഥയിലാണ് ഇപ്പോൾ അദ്ദേഹം നമ്മളോട് വിട പറഞ്ഞ് പോയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് സത്യത്തിൽ അദ്ദേഹത്തോടുള്ള ആദരവും സ്നേഹവും ബഹുമാനവും ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഇദ്ദേഹത്തെ പോലെയുള്ള നടന്മാർ മലയാളത്തിലാണെങ്കിൽ ഉണ്ടാകുമായിരുന്നില്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം ശാരീരികമായിട്ട് ഇത്രയും പ്രത്യേകതകളുള്ള ഒരാൾ, നമ്മുടെ ഒരു വ്യവസ്ഥാപിതമായ സൗന്ദര്യ സങ്കല്പത്തോട് യോജിച്ചു പോകാത്തൊരാൾ തമിഴകത്ത് ഒരു താരമായി മാറുകയും അദ്ദേഹം പിന്നീട് രാഷ്ട്രീയത്തിൽ ശോഭിക്കുകയും രാഷ്ട്രീയ നേതാവായിട്ട് വളരെയൊക്കെ ചെയ്തത് ചെറിയ കാര്യമാണ് എനിക്ക് തോന്നുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.